ചത്തപ്പച്ച എന്ന സിനിമയുടെ ടിക്കറ്റ് ലോഞ്ചിങ് ഇന്നലെ നമ്മുടെ ലാലേട്ടൻ നിർവഹിച്ചിരുന്നു. അതിനൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ അനന്തരവനായിട്ടുള്ള അദ്വൈത് നായരാണ്. സിനിമയിൽ നായകനായിട്ടെത്തുന്ന നമ്മുടെ അർജുൻ അശോകൻ, അതുപോലെ തന്നെ റോഷൻ മാത്യൂസ്, വിവേക് നായർ, ഇഷാൻ ഷൗക്കത്ത്, ഇവർക്ക് പുറമെ സിനിമയിൽ ക്യാമിയോ റോളിലെത്തുന്നത് എം എന്നുള്ള ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരാളാണെന്നറിയാം. അത് മോഹൻലാൽ ആണോ മമ്മൂക്കയാണോ എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു ടീസർ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഏകദേശം പ്രേക്ഷകരുടെയൊക്കെ ഒരു ഡൗട്ട് മാറി എന്നാണ് തോന്നുന്നത്. കാരണം ആ എം എന്ന് പറയുന്നത് വാൾട്ടർ എന്ന ക്യാരക്ടറുമായിട്ട് നമ്മുടെ മമ്മൂക്ക ചത്തപ്പച്ച എന്ന സിനിമയിൽ എത്തും എന്നുള്ള ഒരു സൂചന തന്നെയാണ് കാണിക്കുന്നത്. ഫേസ് കാണിക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഷോട്ടാണ് ആ ഒരു ടീസറിനകത്ത് കാണിക്കുന്നത്. മുടി ഇങ്ങനെ കെട്ടുന്നതായിട്ടുള്ള അത് മമ്മൂക്ക തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ ഈ സിനിമയുടെ ആദ്യ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്വന്തമാക്കിക്കൊണ്ട് ലാലേട്ടൻ പുറത്തിറക്കിയ ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും ഈ സിനിമയ്ക്കകത്തുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. 2026 ജനുവരി 22 ആദ്യം തിയേറ്ററിൽ എത്താൻ പോകുന്ന ഒരു അടിപൊളി ഒരു ഇഡിയൻ സിനിമ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതൊരു ആ ടീസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ജോണറിലുള്ള സിനിമ എത്തുന്നത്. WWFനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. ഒരു വീഡിയോ ഒന്ന് കാണുന്ന കൂട്ടത്തിൽ തന്നെ മമ്മൂക്ക ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഈ വാൾട്ടറിനെ കുറിച്ചിട്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസ് ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗും കൂടെ അതും കാണാം. അതോടൊപ്പം തന്നെ വാൾട്ടറിന്റെ ഒരു ഫാൻ മെയ്ഡ് ടീസറും വന്നിട്ടുണ്ട്. അതിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചത്താപ്പച്ച എന്ന മൂവി ഈ വരുന്ന ജനുവരി 22 ലോകമെമ്പാടും റിലീസ് ചെയ്യണം. ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട്. ഞെക്കടാ. പിന്നെ എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകണം. ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി നമുക്ക് വാൾട്ടർ അതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് ടീസർ ഒന്ന് ജസ്റ്റ് നോക്കാം. കിടു മോനെ, ഈ വാൾട്ടറിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന ആ ഒരു ഡയലോഗില്ലേ, അതും കൂടെ ഒന്ന് കേട്ടു. അതുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് ഒരു ചോദ്യം, വോൾട്ടറിന്റെ കുറച്ച് പിള്ളേര് അവിടെ കൊച്ചിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടു. വോൾട്ടറിന്റെ അത് മട്ടാഞ്ചേരിയിലെ പിള്ളേരാണ്. 22 അതെ, ചത്താപ്പച്ച. അപ്പോ വാൾട്ടറിന്റെ പിള്ളേർ 22 ഇറങ്ങുമ്പോൾ ഈ വാൾട്ടർ ആരാണെന്നുള്ളതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അല്ലേ. ടിക്കറ്റിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ബുക്കിംഗ് ഈ സിനിമയ്ക്ക് കിട്ടും. കാരണം നല്ലൊരു പ്രൊമോഷൻ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ അനന്തരവനാണ് ഈ സിനിമ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനും ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായിക്കൊണ്ട് ഇങ്ങനൊരു പുതിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ, അതായത് ടിക്കറ്റ് ബുക്കിങ്ങുമായിട്ടുള്ള ഒരു പ്രൊമോഷൻ്റെ ആ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ തരംഗമായിരിക്കും. എന്തായാലും കാത്തിരിക്കാം. റോഷൻ മാത്യു, അർജുൻ അശോകൻ, അങ്ങനെ ഒരുപിടി യുവതാരങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറിലായിരിക്കും നമ്മുടെ വാൾട്ടറിന്റെ ആ ഒരു വരവല്ലേ. ഈ സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ സിനിമ കൂടുതൽ കാണാനായിട്ടുള്ള ഒരു പ്രചോദനം വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം എന്താണ്, അതാരാണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരാകാംക്ഷയിലാണ് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. 22 ആദ്യ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും റിവ്യൂ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്തായാലും വരും. കൃത്യമായി സത്യസന്ധമായ രീതിയിൽ ആ സിനിമ കണ്ട ആ സിനിമ എനിക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണോ അത് ഒരു ഒളിയും മറയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനത് എത്തിച്ചിരിക്കും. സത്യസന്ധമായി റിവ്യൂ പറയുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ഈ സ്ട്രൈക്ക് അടിച്ച് തോപ്പിക്കാനൊക്കെ ആയിട്ട് ചില ആളുകൾ ഈ സിനിമ മേഖലയിലുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല സിനിമ എടുത്താൽ പ്രേക്ഷകർ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കും. അത് കാണുന്നവർ അവർ കൃത്യമായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും പറയും. അപ്പോൾ അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും പോകണ്ട. അപ്പോൾ 22 ചത്തപ്പച്ച കണ്ടതിന് ശേഷം നമ്മുടെ ഒപ്പീനിയനുമായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.